ഹലോ ഗായ്സ്, ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഗൈസ്. യെസ്, അപ്പം ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയണ്ടേ, ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ രാത്രിയാണ് ഗൈസ്, നമുക്ക് കിടന്നുറങ്ങാം. രാത്രി നമ്മൾ കിടന്നുറങ്ങണമല്ലോ ഗൈസ്. ഇപ്പോൾ രാത്രി ഉണ്ട് കിടന്നുറങ്ങാം ഗൈസ്. ഓക്കെ, അപ്പം രാവിലെ ഗൈസ്. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. ഒരു പണിയുണ്ട് ഗൈസ്. ഇവിടെ ഞാൻ കുറച്ച് ഇതെന്ന് വെച്ചാൽ വെറുതെ മതിലിട്ട് വെച്ചാൽ ഗൈസ്. കുറച്ച് കല്ലൊക്കെ കിട്ടിയപ്പോൾ ഞാൻ വെറുതെ മതിൽ കെട്ടി വെച്ചാണ് ഗൈസ്. എൻ്റെ മോനെ ക്രീപ്പർ എങ്ങനെ ഇങ്ങോട്ട് വരും? അപ്പം വരുന്നുണ്ട്. ഓഹ്, എൻ്റെ മോൻ ഈ ക്രീപ്പറിനെ കൊണ്ട് ഭയങ്കര ശല്യമാട്ടോ ഗൈസ്. ഇവിടെ ക്രീപ്പർ സ്കെൽട്ടൺ ഉണ്ടോ? സ്കെൽട്ടൺ ഇത്രയും ഞാൻ ടോർച്ചൊക്കെ കുത്തി വെച്ചിട്ട് ഇത് എവിടെ നിന്നാണ് വരുന്നത് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ സാധനം വരുന്നുണ്ട് ഈസ്. നമ്മൾ ക്രീപ്പറിനെ മെയിനായിട്ട് പൊട്ടിക്കുന്ന സ്ഥലം ഈ ഒരു സ്ഥലമാണ് ഈസ്. ഇവിടെയാണ് നമ്മൾ ക്രീപ്പറിനെ കൊണ്ടുവരുന്നിട്ട് ഇവിടെ നമ്മൾ പൊട്ടിച്ചിട്ട് ഓടുകയാണ് ചെയ്യാറ്. അയ്യോ എൻ്റെ പൊന്നെ, ഓഹ് അവിടുന്ന് പൊട്ടി. രണ്ട് സൈഡും കിട്ടി, കുറച്ച് ഡേട്ടും കിട്ടി. അത് സീനാണല്ലോ ഈസ്. ഈ ക്രീപ്പർ ഭയങ്കര സീനാണ് ഈസ്. നമുക്കിനി നമ്മുടെ ആട്ടിൻകൂട്ടിൽ ക്രീപ്പർ ഉണ്ട്. ഓക്കെ, ആട്ടിൻകൂട്ടിൽ ക്രീപ്പർ ഉണ്ടായിരുന്നു ഈസ്. ആട്ടിൻകൂട്ടിൽ ക്രീപ്പർ ഡീസ്പോണായി. ഓക്കെ ഈസ്, അത് ഡീസ്പോൺ. നമ്മുടെ ആട്ടിൻകൂട്ടിൽ ഭയങ്കര സീനായിരുന്നു ഈസ്. ഞങ്ങൾ ഒരു ചെന്നായി വന്നിട്ട് മൊത്തം സീനാക്കിയിട്ട് ഈസ്. ഒരു ചെന്നായി നമ്മുടെ ആടെയൊക്കെ കൊന്നീസ്. എന്നിട്ട് കുറേ ആടൊക്കെ ഇറങ്ങി ഓടി. ഞാനിട്ട് ലെഡൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കഷ്ടപ്പെട്ട് അതിനെ പിന്നെ എത്തിച്ചാണ് എനിക്കറിയാൻ പാടുള്ളൂ. ഒരു ചെന്നായി നമ്മുടെ കുട്ടി മറ്റേ ഇവിടെ വന്നിട്ട് കൊന്നിട്ട് ഈസ്. ഓക്കെ, ഇയാളുടെ പുള്ളിയുടെ എന്തുണ്ടോ എൻ്റെ മോനെ, ഇപ്പോൾ നമുക്കിപ്പോൾ പറ്റത്തില്ല ഈസ്. എന്ത് ചെയ്യാനാ? അതിനുള്ള ഭാഗമില്ല ഈസ്. എന്ത് ചെയ്യാൻ? നമുക്ക് ആദ്യം പിടിക്കാം. അപ്പം ഇന്നെന്താ പരിപാടി പറയാം ഈസ്. ഇന്ന് വേറെ ഒന്നുമല്ല ഈസ്. നമുക്ക് നമ്മുടെ ഇവിടെ ലെറ്റുണ്ടല്ലോ. ഓക്കെ, ഇന്ന് നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, ചിലന്തി ഉണ്ട്. ഇതിനെ കൊല്ലാം. കൊന്നല്ലോ ബാ. അതിനെ കൊന്നു. ഓക്കെ, നമ്മുടെ ആട്. അയ്യോ, ആട് പോയി. അയ്യോ, ആടേ പോലെ ഞാൻ പാവണേ. വാ, നമ്മൾ ലെഡ് വഴി വീണായിരുന്നു. എന്ത് ആ ലെഡ് പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ ഇവിടെ വീണായിരുന്നു. ലെഡ് കാണാൻ ലെഡ് കിട്ടി. അടിപൊളി. വേറെ ലേസ് നമുക്കിന്ന് നമ്മുടെ പട്ടിക്കുട്ടൻ ലേസ്, നമ്മുടെ ചാർലിക്ക് നമുക്കിന്നൊരു കൂടും കാര്യം ഉണ്ടാക്കി കൊടുക്കണം. അടിപൊളിയാണ് ഗൈസ്. ഒരു കൂടൊക്കെ ഉള്ളത് നല്ലതാണെന്ന് തോന്നുമ്പം കൂടും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണം ഗൈസ്. അതാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അതാണ് ഗൈസ്. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഇന്നത്തെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ അതാണ്. ഇറങ്ങിപ്പോയാൽ അപ്പോൾ മെയിൻ ഉദ്ദേശമാണ് ഗൈസ്. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ഇത് ചെറിയൊരു നമ്മുടെ മീറ്റ് ഫാം വെറുതെ ഒരു മതിലൂടെ ഉണ്ടാക്കി വെച്ചാൽ ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന പോലെ വെറുതെ സംഭവമാക്കി വെച്ചാണ് ഗൈസ്. ഇവിടെ ഒരു സ്റ്റോൺ കൂടെ വെക്കാൻ കൊള്ളായിരിക്കും. അയ്യോ പെട്ടുപോയി. ഞാനിവിടെ വീണാൽ കയറിപ്പോകാൻ സംവിധാനം ആക്കിയിട്ടുമില്ല. ഓക്കെ, ഞാൻ ഇവിടെ സ്റ്റോൺ വെക്കാൻ വേണ്ടിയായിരുന്നു ഉദ്ദേശിച്ചത്. ഒരു പണി മേടിച്ച് കൊടുത്താൽ വേണ്ടി. ഓക്കെ, ഇത് വെറുതെ ഇങ്ങനെ ആക്കിയോ? വെറുതെ കുറച്ച് കല്ല് കിട്ടിയ സമയത്ത് ഞാൻ അങ്ങ് ആക്കി വെച്ചാണ്. ഒന്നും കാര്യമാക്കണ്ട. ഇവിടെ മൂടി വെച്ചേക്കാം. അതിനകത്ത് കുറച്ച് വെള്ളം വെച്ചതാണ്. എന്നാത്താണെന്ന് ചോദിക്കരുത്. കുറച്ച് വെള്ളം വെക്കണം എന്ന് വെച്ചാൽ ഇതായോ? ആയി. പൊളി. ഇത് അയ്യോ അതായില്ല. വെറുതെ പറിച്ചു. ഓക്കെ, അടിപൊളി. പിന്നെ എല്ലാം സംഭവം കിട്ടിയാണ്. ഒരു വീറ്റ് കിട്ടി. ഒരു വീറ്റ് കൊണ്ട് വലിയ ഗുണമില്ലല്ലോ. ഒരു വീറ്റ് കൊണ്ട് എന്താവണം? ഒരു വീറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് നമ്മുടെ പരിപാടി അതാണ്. പിന്നെ നമുക്ക് കുറച്ച് മൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ പട്ടിക്കൂട്ടിനുണ്ടാകാൻ കുറച്ചും കൂടെ കല്ലൊക്കെ നമുക്ക് വരുന്നത്. നമ്മൾ കല്ല് വെച്ച് വേണം, വുഡ് വെച്ച് വേണം. നമുക്ക് വുഡ് വെച്ചാക്കിയാൽ പോരെ. വുഡ് വെച്ചാക്കാനാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. നമ്മുടെ വേറെ വുഡ് സാധനമൊന്നും ഇല്ല. ചെസ്റ്റിനകത്തും അങ്ങനെ ഒന്നുമില്ല. കണ്ടോ, ഇതൊക്കെ തന്നെ ഉള്ളൂ. കുറേ സ്റ്റോൺ ഉണ്ട്. അതൊക്കെ കുറേ സ്റ്റോണും കാര്യങ്ങളുണ്ട്. ചാലിക്കൂട്ടന് സംഭവം നമ്മൾ ആക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഈ ചാലിക്കൂട്ടൻ ബാ. ചാളിക്ക് അതിന് വയസ്സ് നമുക്ക് നമ്മുടെ ഫാർമസിൽ എന്തെങ്കിലും കോപ്പർ ഉണ്ടായിരുന്നു. നമ്മുടെ കോപ്പർ ഉണ്ടായിരുന്നു. നമ്മൾ കോപ്പർ ഇങ്ങനെ ആക്കാൻ വേണ്ടി വെച്ചായിരുന്നു.
ഇത് നല്ല കാര്യമാണ്. ഇപ്പം തൽക്കാലം ഈ കോപ്പർ എടുത്തോളം ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് സാധനങ്ങൾ വേവിച്ചെടുക്കണം. ഇത് 9 ഉണ്ട്, ഇതോടെ വെക്കാം. എന്നിട്ട് നമുക്ക് ഈ വുഡ് വെക്കാം. അത് കത്തി തീർന്ന് നേരെ ഇതും കൂടെ വെച്ചേക്കാം. പിന്നെ വേറെ വുഡായിട്ടൊന്നും ഇല്ല നമ്മളതിൽ. കിട്ടട്ടെ ഐസ്. പിന്നെ നമുക്ക് ചാർലിക്ക് നമുക്ക് ഫുഡ് കൊടുക്കണം ഐസ്. അവന് വേണ്ടി ഒരു റോ ബീഫ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുക്കാം ഐസ്. ചാർലി എന്നടാ വെച്ചോ. പിന്നെ അല്ല, ചാർലി സെറ്റ് ഐസ്. പിന്നല്ല, അപ്പം ഞാൻ ചാർലിക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഐസ്. എവിടെ ഉണ്ടാക്കണം ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ഈ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാക്കി എന്തോ പോലെ ഇപ്പം ഐസ്, എന്തോ ഒരുമാതിരി ഇപ്പം ഐസ്. നമുക്ക് ഇവിടെ ആക്കണം ഐസ്. എവിടെ ആക്കുന്ന ഒരു പിടിയില്ല. നമുക്ക് ചാർലിക്ക് ഉണ്ടാക്കുമ്പോഴേ അടിപൊളി കൂടാവണം. അന്നേരം നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് കുറേ അങ്ങ് എടുക്കാം ഗൈസ്. കുറേ അങ്ങോട്ട് എന്താ പറയുക, ഈ മണ്ണും കാര്യങ്ങളൊക്കെ അങ്ങ് എടുത്തെടുത്ത് പോവാം. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇവിടെ കൂടാം. അപ്പം ഇവിടെ മൊത്തം ക്ലീൻ ആക്കേണ്ടതാണ് ഗൈസ്. പോയി നോക്കണം. പിന്നെ ഈ ഒരു വില്ലേജ് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ ഇവിടെ അടുത്തൊക്കെ വില്ലേജ് ആണ് നോക്കണം. അപ്പോൾ വില്ലേജ് കണ്ടുപിടിക്കുന്നതായിട്ട് തന്നെ നമുക്ക് പോവുകയൊക്കെ ചെയ്യാം. വില്ലേജിന് വേണ്ടി തന്നെ നമുക്ക് പോവുകയൊക്കെ ചെയ്യാം ഗൈസ് നമുക്ക്. പിന്നെ നമ്മുടെ ഒരു ഒന്നുമില്ല, ഈ പുള്ളിക്കാരൻ പോയില്ലെന്ന് തോന്നുന്നു. ഈ പുള്ളിക്കാരൻ വരുമ്പോഴാണ് ഞാൻ മെയിനായിട്ട് നമ്മുടെ ലെഡ്. ഈ പുള്ളിക്കാരൻ ഇത് വേണ്ടേ, ഇത് വേണ്ടേ, ലെതർ കിട്ടും ഇങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ. ലെതർ കിട്ടി. ലെതർ 2 കിട്ടിയിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ലാമ എന്ത് ചെയ്യും? പുള്ളിയുടെ ഒരു ലാമനെ കാണില്ലോ. പുള്ളി കൊന്നോ? ഇയാളെ അടിച്ചിട്ടുണ്ടെങ്കിൽ പട്ടി കൊല്ലുമായിരിക്കും അല്ലേ? കൊല്ലടാ. പിന്നെ അല്ല. അപ്പം ലാമേനെ അടിച്ചായിരുന്നെങ്കിൽ പട്ടി ലാമേനെ കൊന്നാന്. അടിപൊളി. നമുക്ക് ഓക്കെ വെട്ടിയെടുത്തേക്കാം ഗൈസ്. കുറേ വുഡൊക്കെ എടുത്തേക്കാം. അപ്പോഴെങ്കിലും കാശ് നമുക്ക് പട്ടിക്കൂട് പണിയാൻ വേണ്ടി വുഡ് വെച്ച് പണിയാൻ ഞാൻ ആലോചിക്കുന്നത് ഗൈസ്. ഇപ്പോൾ വലിയ പ്ലാനൊന്നുമില്ല. പിന്നെ നമുക്ക് പട്ടിക്ക് അപ്ഗ്രേഡ് കൂടൊക്കെ കൊടുക്കാം. ഇവിടെ കുറച്ച് ഡോഗൊക്കെ സ്പോൺ ആവുന്നുണ്ട് ഗൈസ്. പക്ഷെ എവിടെയാണെന്ന് ഇത് നമ്മൾ കിട്ടിയില്ലേ? അതെ, ചാർലി. പക്ഷെ എവിടെയാണെന്നൊന്നും പിടി കിട്ടുന്നില്ല. അങ്ങനെയാണ് നമുക്ക് കുറേ ഡോഗിനൊക്കെ ഇങ്ങനെ ചാർലിക്ക് ഒരു കൂട്ടമാവും. അങ്ങനെ ആക്കായിരുന്നു ഗൈസ്. ഉള്ള മരം മൊത്തം വെട്ടിയെടുക്കാൻ എനിക്ക് ഭയങ്കര വിഷമം ഗൈസ്. പിന്നെ മരമൊന്നും ഉണ്ടാവില്ല ഇവിടെ. കുറച്ച് ഓക്സ് ഫ്രാങ്കിൾസ് ഒരു സാധനമില്ലേ, ഓക്ക്, ഇതിൻ്റെയൊക്കെ നട്ട് വെക്കാൻ പറ്റിയ സാധനം നമുക്ക് ഇങ്ങനെ എടുക്കാറുണ്ട്. കുറച്ച് ഇവിടെയൊക്കെ നട്ട് വെക്കായിരുന്നു. ഒരു നല്ലൊരു ഇതായിരിക്കും. ഇവിടെ വീണിട്ടുണ്ടാവില്ലേ? ഇവിടെ വീണിട്ടില്ലേ? കിട്ടിയില്ലേ? കിട്ടിയില്ലേ? അയ്യോ, സാറിന് കിട്ടുന്ന എൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ നേരെ വീട്ടിലേക്ക് നമുക്ക് തിരിച്ചു പോകാം ഗൈസ്. അടിപൊളി. വേടെ എന്ത് പട്ടി എന്ത്? എൻ്റെ അമ്മോ, ഇവനെന്തോ ഒരു ബാധയുണ്ട്. ഇവനെന്തോ പ്രശ്നമുണ്ട്. ചാർലിക്ക് എന്തോ ശക്തിയുണ്ട്. അങ്ങനെ സ്പീഡിലൊക്കെ വരുന്നുണ്ടൊക്കെ ഇതിനകത്ത്. അതല്ലേ ഇരിക്കുന്നു. എൻ്റെ ഉണ്ടായിരുന്നു ഈസ്. ഞാൻ വിചാരിച്ചു, എനിക്ക് തോന്നിയത്. പിന്നെ ഇതെന്ത് സാധനം? ഇത് ബ്രിഡ്ജിൻ്റെ ആണെന്ന്. പക്ഷേ ഈ സാധനം നല്ല ഐസ്. ഇത് നമുക്ക് നട്ടൊക്കെ വെക്കാം. പിന്നെ ഇത് ഇവിടെ ഈ കരികില നല്ലതാണ്. ഈ കരികില നല്ലതാണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് മറ്റേ കത്തിക്കാനൊക്കെയാണ് കരികിലാണ് മതി. നമുക്ക് റോ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സാധനം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കാണിച്ചാൽ എന്ത്, നമ്മുടെ കരികില ചെസ്റ്റിനകത്താണ്. ചെസ്റ്റിനകത്തോട്ട് നമുക്ക് ലെഡ് വെക്കാം. ലെഡ് വെക്കാം അല്ലേ? 4 എടുത്ത് ഇവിടെ കൊണ്ടുവെക്കാം. 3 അടി ഇരുന്നോട്ടെ. പിന്നെ നമ്മുടെ ലെതർ 8 ആയിട്ടുണ്ട്. കോപ്പർ നമുക്ക് ഇങ്ങോട്ട് വെക്കാം ഗൈസ്. ഇനി ഈ സാധനം ഇത് ഇങ്ങോട്ട് വെക്കാം. നമുക്ക് പുതിയ ചെസ്റ്റ് ഉണ്ടാക്കണം. ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നില്ലേ? ഒരു സ്റ്റിക്ക് പോരെ? ഒരു സ്റ്റിക്ക് പോരാ. ഇതെപ്പോഴും നമ്മുടെ കയ്യിലുള്ളതാണ്. വീറ്റ് 41 അല്ല, സീഡ് 41 ആയിട്ടുണ്ട്. ഒരു നല്ല കാര്യമാണ്. നമുക്ക് വലിയ ഫാമിംഗ് ഏരിയ ഇച്ചിരി കൂടെ വലുതാക്കാം. ഓക്കെ, തറക്കാലം ഇത്രയൊക്കെ ഇരിക്കട്ടെ. ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ച് സെറ്റാണ്. പിന്നല്ല, ഫുഡ് മെയിനാണല്ലേ? ഫുഡ് മെയിനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ രാത്രിയാണല്ലേ? രാത്രിയാണല്ലോ. ചാർലിയോട് വരാൻ പറഞ്ഞ
ചാളി വാടേ ചാളി കമ വാ വാ അയ്യോ സീനോ വേമ വായോ എടേ വാടേ എന്തൊരു കഷ്ടമാണ്. എന്താണ് ഈ ഇങ്ങനെ നമ്മളിങ്ങനെ ഓടിപ്പോയി ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇങ്ങോട്ടൊക്കെ പോയിട്ട് അയ്യോ സോമ്പി ഇവനെങ്ങനെ നമ്മളെ കൂട്ടി കയറി. നമ്മളിവിടെ എൻ്റെ മോനെ നമ്മുടെ ചാളിനിപ്പോൾ കൊന്നാ എൻ്റെ മോനെ നമ്മുടെ ചാളിനിപ്പോൾ കൊല്ലും. ചാളി വേമ്പാ അയ്യോ Oh no. Tomorrow. രാവിലെ ഏറ്റിട്ടുണ്ട്. ഏതായാലും ചാളി എൻ്റെ മോനെ നമ്മളെ സോംബി ചാളിനെ പിടിക്കേണ്ടായിരുന്നു. ഡിസ്റ്റൻസിന് രക്ഷപ്പെട്ടു. ക്രീപ്പർ അവിടെ നിൽപ്പുണ്ട്. ക്രീപ്പറിൻ്റെ പുറത്തോടെ സംഭവം ഉണ്ട്. ഈ സാധനം അറിയാം. അത് ഒരു ചെറിയൊരു ഇതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ഷെയ്ഡർ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അതിൻ്റെ എന്തോ സംഭവമാണ്. പിന്നെ ഒരു മിനിറ്റ് ചാളിയോടെ ഇരിക്കുമല്ലോ ചാളി അവിടെ ഇരുന്നോ. ഈ ചാളിനെ കൊണ്ട് പോയാൽ ശരിയാണ്. ഇത് കഷ്ടമാണ്. ചാളി മൊത്തം ഉടായിപ്പാണ്. ചാളി വന്ന് കാണുന്നല്ല. നടക്കട കൊല്ലാൻ പറ്റുമായിരുന്നെങ്കിൽ. ഈ അമ്പൊന്നും കിട്ടുന്നില്ലെന്ന് തോന്നുന്നില്ല. അമ്പൊന്നും കിട്ടുന്നില്ല. അതെ കേട്ടോ ഞാൻ ക്രീപ്പർ അവിടെ കൊല്ലണം. അയ്യോ ഇതിനകത്ത് എവിടെയൊക്കെ വരുന്നില്ല. കിട്ടുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് അമ്പിയാം. എൻ്റെ മോനെ അവിടുന്ന് പൊട്ടുന്ന ഈ സമയം. എൻ്റെ മോനെ അങ്ങനെ പൊട്ടി തീർന്നു. ഓക്കെ നമുക്കൊരു കാര്യം. അവിടെ അമ്പുണ്ട്. അതൊക്കെ അമ്പേ ഉള്ളൂ. നമ്മുടെ ഇതില്ല ഈ അമ്പ് എന്നെ പറയുന്ന നമ്മുടെ വലിയുള്ള അമ്പില്ല. തറക്കാലി ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കാം. കോപ്പറൊക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. എന്തിനാന്ന് അറിഞ്ഞൂടാ. പുതിയ അപ്ഡേഷനിലായിരുന്നെങ്കിൽ ആർമർ ഉണ്ടാകാമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അപ്ഡേഷനിൽ ആർമറൊന്നുമില്ല. അത് ഒരു മോശം കാര്യമാണ്. അല്ല ഈ ഒരു ഇതിൽ അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിനകത്ത് തന്നെ ഉണ്ടാക്കാൻ സോൾ ഉണ്ടാക്കാൻ പറ്റും. ഗ്ലാസ് ബോട്ടിൽ വെറുതെ ഉണ്ടാക്കി വെച്ചാൽ 3 ഗ്ലാസ് ബോട്ടിൽ ഇരിക്കട്ടെ. പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇരുന്നാലും എന്തൊക്കെയോ ഉണ്ടാക്കാൻ പറ്റുന്ന പിന്നെ ഓക്ക് വുഡ്. അത് പറഞ്ഞപ്പോൾ നമുക്ക് മറ്റേ ഇത് വേണ്ട. നമ്മുടെ വീറ്റ് നമ്മുടെ കയ്യിൽ എത്ര വീട്ടുണ്ട്? ഓക്കെ നമുക്ക് പട്ടിക്കൂട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ എന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ഷവൽ ഉണ്ടാക്കണം. അതിനുവേണ്ടി നമുക്ക് ഇതെടുത്ത് ഇവിടെ കൊണ്ടുവച്ച് കുറേ ഓക്കിലോ ഇങ്ങനെ വാരി കൂട്ടണം. എന്നിട്ട് ഓക്കിലോ ഇവിടെ വെച്ചിട്ട് ഇതിനകത്ത് എടുത്തിട്ട് ഇവിടെ ഒന്ന് കൂട്ട് ഇവിടെ നിന്ന് എന്നിട്ട് നമുക്ക് കുറേ സ്റ്റിക്ക് അങ്ങ് വാരി കോരണം. ഗ്ലാസ് ബോട്ടിൽ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ സ്റ്റിക്ക് വാരി കൂട്ടണം. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കണം. ഓക്കെ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. ഷവൽ ഉണ്ടാക്കാം. ഒരു ഷവൽ ഇവിടെ വെക്കാം. 2 ഷവൽ 64 ഡേറ്റ നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ എടുത്ത് വരിക. ഓക്കെ അടിപൊളി. പിന്നല്ല നമുക്ക് നേരെ നമ്മുടെ പരിപാടി തുടങ്ങാം. ഷവൽ എടുത്തുകൊണ്ട് നമ്മുടെ മെയിൻ പരിപാടി നമുക്കിവിടെ മൊത്തം ക്ലീനപ്പ് ആക്കണം. അതിന് നമുക്ക് ആടിൻ്റെ ഇവിടെ ആക്കണം. ഈ ആടിൻ്റെ കൂട്ടിൽ കുറേ അധികം നമ്മുടെ ഇപ്പോൾ ശരിയാവില്ലേ. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് അടയ്ക്കണം ഗൈസ്. നമുക്ക് വുഡ് വെച്ച് നമ്മുടെ ഫെഞ്ച് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അടയ്ക്കാം ഗൈസ്. ഇല്ല ശരിയാവത്തില്ല. ഫെഞ്ച് ഉണ്ടാക്കാം. ഫെഞ്ച് എങ്ങനെ ഉണ്ടാക്കുന്നത്? എങ്ങനെ ഉണ്ടാക്കുന്നത്? ഫെഞ്ച് ഇതിനകത്താണോ അതൊക്കെ ഉള്ള ഇതിനകത്താന്ന് തോന്നുന്നില്ല. എന്ത് ചെയ്ത് ഇതിൽ കിടക്കുന്നു.
ഇത് 3 കുറേ ഉണ്ടാക്കാലോ. കൊള്ളാം ഗൈസ്, കൊള്ളാം. ഗൈസ് നമുക്ക് പെഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇതല്ലേ, ഇത് നമുക്ക് ആദ്യം വെച്ച് പോകണം, അല്ലേ ശരിയാകത്തില്ല ഗൈസ്. ആടുകളൊന്നും ചാടിപ്പോകാൻ പാടില്ലല്ലോ. ഈ വെക്ക് വേഗം വെക്ക്. എന്നിട്ട് നമുക്ക് വെക്കാം. ഓക്കെ, ഇത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് മുറിച്ചൊഴിച്ച് പോയാൽ മതി, അങ്ങനെ സീൻ ഉണ്ടാവില്ല. പിന്നെ ഈ ആടിൻ്റെ കൂടുതൽ കുറേ സോംബീസും ഇല്ലാത്ത കണ്ടാണ് എല്ലാ സാധനങ്ങളും കയറുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. ഓക്കെ, ഇവിടെ കോളുണ്ടല്ലോ അല്ലേ. ഇവിടെ കോളുള്ള സ്ഥിതിക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഒരു സംശയമാണ് ഇതിന്. ഇവിടെ കുഴിച്ചു നോക്കാം. ഇവിടെ മൊത്തം കോളാണോ? കോള് കിട്ടുന്നതൊക്കെ എടുത്താൽ ഗൈസ്, എന്തിനാ വെറുതെ. നമുക്കിത് അയണും കിട്ടിയിട്ടില്ല. ഈ അയൺ നോക്കാൻ പോകണം ഗൈസ്. നമ്മുടെ ബ്രോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് വൈ കോർഡിനേറ്റ് 12 കുറേ അയൺ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അയണും കാര്യങ്ങളും നോക്കണം ഗൈസ്. വൈ കോർഡിനേറ്റിലേക്ക് പോകാമെന്ന് വിചാരിക്കും. താഴെ നമ്മൾ കുഴിച്ചു പോയ സ്ഥലമില്ലേ, അവിടുത്തെ വൈ കോർഡിനേറ്റിൽ 12 പറഞ്ഞത്. 12 മീൻസ് തൽക്കാലം ഇവിടത്തേക്ക് പണിയാൻ ഗൈസ്. നമ്മുടെ കുറേ ഓക്ക് പ്ലാങ്ക്സ് ഇരിപ്പുണ്ട്, അത് വെച്ചാണ് നമ്മൾ പണി ചെയ്യുന്നത്. ബ്രൗൺ എഗ്ഗ് കൊള്ളാം. ബ്രൗൺ എന്തിനാണ് ബ്രൗൺ എഗ്ഗ് ഇറങ്ങടാ. കരിയിൽ കിടപ്പുണ്ടല്ലോ ഗൈസ്. കരിയിലെ പണ്ടൊന്നും വേണ്ടാന്ന് വെച്ചിരുന്നു, ഇപ്പം ആവശ്യം വന്നില്ല. അതിനൊന്നും അല്ലേ. നമുക്ക് ചിക്കൻ ഫാം തുടങ്ങാം കേട്ടോ. ചിക്കൻ വേണം. നമുക്ക് തൽക്കാലം അടിവശം ഇങ്ങനെ പണിയാം. ഇത് തൽക്കാലത്തേക്കുള്ള കൂടാണ് ഗൈസ്. നിങ്ങൾ കണ്ടിട്ട് അയ്യോ ഇതെന്നെ കൂടാടാവുകയെന്ന് ചോദിക്കരുത് ഗൈസ്. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഒരു മറുപടി ഇല്ല ഗൈസ്. അങ്ങനെയൊന്നും ചോദിക്കരുത്. തൽക്കാലത്തേക്ക് നമ്മൾ വെറുതെ പണിത് വെച്ചേക്കുന്ന കൂടാണ് ഗൈസ്. മിക്കവാറും ഇത് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. നമ്മുടെ ചാനലിലേക്ക് കൂടില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നു ഗൈസ്. അതൊന്ന് എനിക്കും പരിഹരിക്കണം, നിങ്ങൾക്കും ഉണ്ടാവുമായിരിക്കുമല്ലോ ഗൈസ്. നമ്മുടെ ചാനലിലേക്ക് നിനക്കുള്ള കൂടല്ല, ചാനലിലേക്കുള്ള അബ്രഹാം നിങ്ങളെ ചാടിപ്പോവാൻ മണ്ടം പെട്ട് ഗൈസ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടി ഗൈസ്. ഇവിടെ നമുക്ക് ഇത് വെക്കണം. അയ്യോ എന്തിനിപ്പോൾ ഞാൻ വെച്ചേ, ഈ കോഴി വെച്ചാണ് ഓടി. ഇപ്പം ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാടാ. ഒരു എൻ്റർമാനൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഞാൻ ഈ രാത്രിയിലാണ് ഈ പണി ഇവിടെ ചെയ്യുന്നത്. ഇനി മണ്ടയ്ക്കാണ്ട് ആരും പിടിക്കാൻ പറ്റില്ലായിരിക്കും അല്ലേ. ഇങ്ങനെ മതിയായിരിക്കും. അയ്യോ ഇത് ഭയങ്കര കുഞ്ഞായിപ്പോയോ? ഇല്ലല്ലോ, കുഞ്ഞൊന്നുമല്ലോ. ഇല്ലെന്ന് ഇവിടെ ചാളിക്കുള്ള കൂടല്ലേ. അന്നേരം അധികം കുഞ്ഞൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലായിരിക്കും. ഇവിടെ വെക്കത്തില്ല. അയ്യോ വുഡ് തീർന്നു ഗൈസ്. അയ്യോ വുഡ് തീർന്നല്ലോ ഗൈസ്. വുഡ് തീർന്നിട്ടുണ്ട്. നമുക്ക് നേരെ പോയി സാധനം എടുത്തിട്ട് വരാം. അല്ലെ സാധനം എടുക്കാൻ ഇല്ല. നമുക്ക് രാത്രി കിടന്നുറങ്ങിയിട്ട് ഒന്നുകൂടെ ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇല്ലല്ലോ ഇതിനകത്തില്ലേ സംഭവമില്ല. പോയി എടുക്കാം ഗൈസ്, സീനൊന്നുമില്ല. കിടന്നുറങ്ങാം പ്ലീസ്. വീഡിയോ ഉണ്ടെല്ലാം ലൈക്ക് ചെയ്ത് സബ് ചെയ്യാത്തതുകൊണ്ട് സബ് ചെയ്യുക. പിന്നെ അല്ലേ ഒന്നും നോക്കണ്ട, അറിഞ്ഞം പറഞ്ഞ് സബ് ചെയ്തോ. സെറ്റാക്കണം ഗൈസ്. നമുക്ക് 100 സബ് എങ്ങനെ എത്തിക്കണം ഗൈസ്. ഇന്നലെ അടികൊണ്ട കോഴിയാണെന്ന് നോക്കട്ടെ. ഒറ്റടിയാവാൻ അടികൊണ്ട കോഴി. എന്നിട്ട് ഫെദർ കിട്ടി. ഓക്കെ, പട്ടി ഏൽപ്പിച്ചാൽ അതിൽ പട്ടി വരണ്ട. പട്ടി വന്ന് ശരിയാവില്ല. നമുക്ക് ചാലിക്ക് സർപ്രൈസ് ആയിട്ട് വീട് ഉണ്ടാക്കി കൊടുക്കാം ഗൈസ്. അയ്യോ സോംബി അല്ലേ നിൽക്കുന്നത്, കുഞ്ഞു സോംബിയാണല്ലേ. വാ പഴമല്ലേ വരുന്നു. നോക്കാം മുമ്പ് എന്നോടാ കളി. ഞാൻ ആരാന്ന് അവൻ അറിഞ്ഞു ഗൈസ്. ഒറ്റ വുഡും കൂടെ അല്ല, ഒന്നല്ല 2 അടിപൊളി. വുഡുണ്ടാക്കാം.
ഓടിക്കോ ഗൈസ്. യെസ്, നമുക്ക് കൂട്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ വണ്ടോശാണ് ഈ കാണുന്നത് ഗൈസ്. ഇവിടെ പട്ടിക്കൂടിനകത്തോട്ട് പ്ലാൻ എടുത്തിന് 12 ഉണ്ട്. കുഴപ്പമില്ല, ഈ 12 ഇത് ഓൾറെഡി 12 ഉണ്ടല്ലോ. ഇതിനകത്ത് കയറി നമുക്ക് ടോർച്ച് വെക്കണം ഗൈസ്. ടോർച്ച് നമ്മളെ ഉണ്ടായിരുന്നില്ല. 3 ടോർച്ച് ഉണ്ട്. 3ഒക്കെ ധാരാളം ഗൈസ്, ധാരാളമാണ്. 3 ടോർച്ച്. ഇതിനകത്ത് മൊത്തം 3 ടോർച്ചായിരിക്കും വെക്കുന്നത് ഗൈസ്. ഇവിടെ പട്ടിക്കൂട്ടൻ്റെയാണ് ഈ പട്ടിക്കൂട്ടൻ്റെ. നമുക്ക് അങ്ങനെ മൊത്തം ടോർച്ച് വെക്കണം. രാത്രി അവന് പേടിയൊന്നും വരാൻ പാടില്ല, അതുകൊണ്ടാണ് ഈ ഇവിടെ കൂടെ വന്നിരിക്കട്ടെ. ഇപ്പം മണ്ടയ്ക്ക് കയറിപ്പോകാൻ വേണ്ടി വെച്ചാൽ ഗൈസ്. ഓക്കെ, നമുക്ക് ഡോർ ഉണ്ടാക്കണം. ഡോർ എങ്ങനെയാണ്? ഡോർ ഇവിടെ വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. ക്രാഫ്റ്റിൻ്റെ ഇവിടെ പോയി ഡോർ ഉണ്ടാക്കാമല്ലോ. ചളിയില്ല, കൂടൊക്കെ തെറ്റാണ് കേട്ടോ. പിന്നെ ലീസ് നമുക്ക് ചളിക്ക് കൂടൊക്കെ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഗൈസ്. ഇങ്ങനെ കൂട അതിലുണ്ടാക്കാൻ തന്നെ വേണ്ടേ. ഒരെണ്ണം മിസ്സിങ് ഗൈസ്. പക്ഷെ എൻ്റെ മോനെ, ഒരെണ്ണം മിസ്സിങ് ആണ്. ഇതിപ്പോൾ ഒരെണ്ണം എവിടെ നിന്ന് ഒപ്പിച്ചെടുക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഗൈസ്. ഒരെണ്ണം നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. നമുക്ക് നടുക്കത്തെ ഒരെണ്ണം മാത്രം അങ്ങ് എടുക്കാം ഗൈസ്. എന്നിട്ട് അവിടെ സ്റ്റോൺ വെക്കാം. ഗൈസ്. അവിടുത്തെ ഡിസൈനാന്ന് വിചാരിച്ചോളും, കുഴപ്പമില്ല. ഒറ്റ ഇത് വാതിൽ ഇപ്പോഴത്തേക്കാണ് ഗൈസ്. പിന്നെ ഈ മരം പോയി വെട്ടി എടുത്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. അതുകൊണ്ടാണ്. ഓക്കെ, 3 പോടാ. 3 ഒക്കെ ഡോറ് എന്നിട്ടാണ് ഈ സാമാരിൻ്റെ പരിപാടി കാണിച്ചത്. നമ്മളിവിടെ സെറ്റാക്കാം. പിന്നല്ല, അടിപൊളി. സെറ്റ്. നമുക്ക് കോഴി വെച്ചല്ലേ. വീറ്റ് ആയിട്ടുണ്ട്. വീറ്റ് കുറേ ആയിട്ടുണ്ട്. മൊത്തം ആവട്ടെ. എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ അങ്ങ് എടുക്കാം. ഓക്കെ, അങ്ങനെ സമയം കറക്റ്റ് ആവുള്ളൂ. നമുക്ക് ലെഡ് എടുത്തിട്ട് ഇതിനെ പിടിക്കാൻ പറ്റും. ലെഡ് എടുത്ത പട്ടിനെ പിടിക്കാൻ പറ്റും. നീ അറിഞ്ഞൂടെ ഗൈസ്? ലെഡ് എടുത്ത പട്ടിനെ പിടിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇടാൻ പറ്റുമല്ലോ. നീ ഏറ്റുവാ. നമ്മൾ മേടിച്ച ഒരു ചിക്കൻ നമുക്ക് ചാളി കൊടുക്കാം. എൻ്റെ മോനെ ചാളി കൊടുത്ത് നമ്മൾ ചിക്കൻ കൊടുത്തിട്ടുണ്ട്. പൊടി. എൻ്റെ മോനെ, ഇപ്പോൾ നമ്മൾ പട്ടിയുടെ വീടും കാര്യങ്ങളൊക്കെ പണിതു. അപ്പോൾ അടിപൊളിയായി നമ്മൾ വീടും കാര്യങ്ങളൊക്കെ പണിതിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അതിന് ഗൈസ് നമുക്കെന്തോ ബ്രൗൺ ആക്കാം. ഓക്കെ, ഒന്നുമില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു എനിക്ക് ആർമർ കിട്ടിയായിരുന്നു. ഓക്കെ, അറമല്ല, തൊപ്പി കിട്ടിയായിരുന്നു മറ്റേ സോമീനെ കൊന്നപ്പോഴേ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്ര ഉള്ള ഗൈസ്. ഇപ്പോൾ അടുത്തൊരു വീഡിയോ പിന്നെയും വരാം ഗൈസ്. വീഡിയോ ഉണ്ടെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാൻ മറന്നിട്ടില്ല ഗൈസ്. സബ് ചെയ്യാത്ത ആരെങ്കിലും സബ് ചെയ്ത് നമുക്ക് 100 സബ്. നമുക്ക് ആദ്യത്തെ ഇതെന്ന് വെച്ചാൽ 100 സബ് എത്തി ഗൈസ്. അപ്പോൾ അടിപൊളിയാക്കി എല്ലാവരും സെറ്റാക്കുക. പിന്നെ ഗൈസ് അടിപൊളിയായില്ലേ സബ് ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.